ഖുർആൻ ഇവിടെ വെറും പാരായണം ചെയ്ത് പുണ്യം നേടാൻ മാത്രം അല്ല. പാരായണം ചെയ്യലും പുണ്യം നേടലും വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. എന്നാൽ ആ ഖുർആൻ മനുഷ്യന്റെ ഇഹപര നേട്ടങ്ങൾക്ക് നിദാനമാണ്. ഖുർആൻ ഭൗതികവും പാരത്രികവുമായ വിജയത്തിന് നിർദ്ദേശം നൽകുന്നു. മനുഷ്യജീവിതത്തിലുള്ള വിശ്വാസപരമായ കാര്യം, കർമ്മപരമായത്, വൈവാഹിക ജീവിതം, ക്രിമിനൽ, സിവിൽ തുടങ്ങിയ കേസുകൾ, അന്താരാഷ്ട്ര അത്ഭുത സംഭവങ്ങൾ, ഇത് മുഴുവനും പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരുന്നു. ഇവിടെ അന്താരാഷ്ട്ര ലെവലിൽ നാം നോക്കുമ്പോൾ ഓരോ ദിവസവും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ സംഭവങ്ങളും നാം കേൾക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ സത്യവിശ്വാസിയായ മനുഷ്യൻ, പരിശുദ്ധ ഖുർആൻ ഒരല്പമെങ്കിലും പഠിച്ച മനുഷ്യൻ, ആ ഖുർആനിന്റെ വ്യാഖ്യാനം മഹത്തുക്കളായ മുഫസ്സിറുകൾ, വലിയ വലിയ പ്രഗത്ഭരായ മുഫസ്സിറുകൾ വിവരിച്ചത് അല്പമെങ്കിലും പഠിച്ചിട്ടുള്ള ഒരു പണ്ഡിതൻ ഈ ആധുനിക കാലഘട്ടത്തിന്റെ പുതിയ പുതിയ സംവിധാനം കാണുമ്പോൾ ഈമാൻ വർദ്ധിക്കുകയാണ്. ഖുർആൻ കൈകാര്യം ചെയ്യാത്ത ഒരത്ഭുത സിദ്ധിയും ഇവിടെ സംഭവിച്ചിട്ടില്ല. ഖുർആൻ പഠിപ്പിക്കാത്ത ഒരാധുനിക വസ്തുക്കളും ഇവിടെ ഉണ്ടായിട്ടില്ല. ഖുർആൻ നിർദ്ദേശം നൽകാത്ത ഏതെങ്കിലും ഒരു സംഭവം ചൂണ്ടിക്കാണിക്കാൻ ഈ ലോകത്ത് ഒരു ശാസ്ത്രജ്ഞനും കഴിഞ്ഞിട്ടില്ല, ഒരു ബുദ്ധിരാക്ഷസനും കഴിഞ്ഞിട്ടില്ല, ഒരു വ്യക്തിക്കും കഴിയുകയും ഇല്ല. അത്രയും മനുഷ്യന്റെ ആത്മീയവും ശാരീരികവുമായ വിജയത്തിന്റെ നിദാനമായ ഖുർആൻ ഭൗതികവും പാരത്രികവുമായ മുഴുവൻ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്ന ഖുർആൻ ഈ ലോകത്ത് ഭരണ സംവിധാനം നിലനിൽക്കണമോ ഖുർആൻ പഠിപ്പിച്ചതനുസരിച്ച് തന്നെ വേണം. ഇന്ന് നാം എവിടെ നോക്കിയാലും സ്ഫോടനങ്ങൾ, അട്ടിമറികൾ, അക്രമങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നൗബില്ല, ഇന്ന് പകൽ സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ ഒരു സ്ഫോടനമുണ്ടായിരുന്നു. അതിൽ ധാരാളം ആളുകൾ മരിച്ചു എന്നുമാണ് റിപ്പോർട്ട് ഇന്നത്തെ പറയുന്നത്. ഞാൻ വ്യക്തമായി പറയുന്നു, ഖുർആനിന്റെ നിർദ്ദേശം ലോകത്തെ മുഴുവൻ ഭരണാധികാരികളും മുഴുവൻ ജനങ്ങളും സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ഒരിക്കലും അട്ടിമറികളും ഭീകരപ്രവർത്തനങ്ങളും തീവ്രവാദങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടാവാൻ നിർവാഹമില്ല. ഖുർആനിൽ നിന്ന് വ്യതിചലിച്ചത് കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. ഖുർആൻ മനുഷ്യന്റെ പ്രധാനമായ
വിവരിച്ചു തരുന്നു. എന്റെ സുഹൃത്തുക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ വളരെ പ്രധാനമായി അവന്റെ ഹൃദയത്തിന്റെ ശുദ്ധിയാണ് ലക്ഷ്യം വെക്കേണ്ടത്. ബാഹ്യമായ ശുദ്ധീകരണം വേണം. വസ്ത്രം ശുദ്ധിയാണ്, നാം കിടക്കുന്ന സ്ഥലം ശുദ്ധിയാണ്, ഇരിക്കുന്ന സ്ഥലം ശുദ്ധിയാവണം, നാം ഉപയോഗിക്കുന്ന ഭക്ഷണം ശുദ്ധിയാവണം, വെള്ളം ശുദ്ധിയാവണം, നാം ഉപയോഗിക്കുന്നതെല്ലാം ശുദ്ധിയാവണം. ശുദ്ധിയില്ലാത്ത ഒരു സാധനവും നാം ഉപയോഗിക്കാൻ പാടില്ല. ഇത് ബാഹ്യമായ